സോ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പറഞ്ഞേക്കുന്ന ഒരു സിനിമയുടെ റിവ്യൂ പറയാനാണ്, അവഹിതം. ഞാൻ അത് ഇന്ന് ഉച്ചയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ട്. ഗൈസ് രണ്ട് കാര്യം ഈ സിനിമ കാണാനായിട്ട്. ഒന്ന്, ഇതിന്റെ പേര്. ഞാൻ ഇതിന്റെ ഡയറക്ടർ, ഇതിന്റെ സിനിമയിൽ അഭിനയിച്ച നടന്മാരൊന്നും നോക്കിയില്ല. ജസ്റ്റ് അതിന്റെ പേര് അവഹിതം. അതേപോലെ അതിന്റെ ആ ഒരു എ സർട്ടിഫിക്കറ്റ് പോലത്തെ നമ്മൾ കാണും. അപ്പൊ അത് ഒരു എ സർട്ടിഫിക്കറ്റ് പടമല്ല, UA പടമാണ്. അപ്പൊ ആ വീടും പേര് അത് എന്നിനുള്ളിൽ എന്താ പറയാ, ഒരു അത് വല്ലാണ്ട് ഹിറ്റ് ചെയ്തു. അപ്പൊ കാണാമെന്ന് വിചാരിച്ചു. മാത്രം അതല്ല മെയിൻ കാര്യം. പക്ഷെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ തിയേറ്ററിൽ നോക്കിയോ, രാവിലെ ജസ്റ്റ് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പോൾ 92 രൂപക്ക് ഫോറം മാളിൽ ടിക്കറ്റ് കിടക്കുന്നുണ്ട് ഈ പടത്തിന്, ഈ അവഹിതം. അത് 92 രൂപക്ക് കിടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആൾക്കാർ കുറവാണ്. സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ പോയിട്ടാണ് ബുക്ക് ചെയ്തിട്ട് കയറിയാണ് പടം. 1.25 ഷോക്ക്. അത് വെർത്തായിരുന്നു ഗൈസ്. വെർത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സിനിമ. ഈ സിനിമ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പേര് പോലെ തന്നെ അവഹിതം, ഒരു അവഹിതമാണ് പറയുന്നത്. നാട്ടിലെ എന്താ പറയുന്ന ഒരു അത്യാവശ്യം കുറ്റങ്ങളും കുന്നായ്മയും അതും ഇതൊക്കെ പറഞ്ഞ്, ഗോസിപ്പൊക്കെ പറഞ്ഞ്, ഒരു കള്ളൊക്കെ കുടിച്ച് അല്ലെങ്കിൽ കള്ള് കുടിക്കാനുള്ള പൈസയൊക്കെ ഇതാക്കി ഒരു തൊഴിലില്ല, തൊഴിലിനല്ല, പണിയൊന്നും എടുക്കാത്ത ഒരു വ്യക്തി. അപ്പോൾ പുള്ളി ഒരു അവഹിതം രാത്രി കാണുന്നതിന്, രാത്രി ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കണ്ടില്ല. പക്ഷേ ഗ്രാമപ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു എന്താ പറയുക, ഗ്രാമപ്രദേശത്തുള്ള ഒരു നമുക്കറിയാലോ, വീടുകളും കാര്യങ്ങളൊക്കെ പരസ്പരം അറിയുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരനൊരു കൺക്ലൂഷനിലെത്തുന്നു. പിന്നെ പുള്ളിയുടെ സുഹൃത്തും ടൈലറും ആയിട്ടുള്ള ഉണ്ണിയേട്ടൻ, അതായത് നമ്മുടെ അഖിലേഷ് ഏട്ടൻ, പുള്ളിയുടെ അടുത്തേക്ക് പോകുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അതാണ് അവിടെ നിന്ന് തുടങ്ങുന്ന സിനിമയാണ്. അത് വളരെ എൻഗേജിങ് ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരുപാട് മെയിൻ കാര്യം, ഇത് കാസർഗോഡ് നടക്കുന്ന കഥയാണ്. അവിടുത്തെ ഒരു സ്ഥലം, കാഞ്ഞങ്ങാട്, ആ ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ലാംഗ്വേജിന്റെ ഒരു സംഭവം ഉണ്ടാവും. ആ ഭാഷ അവരുടെ ഒരു എന്താ പറയുക, ഒരു കന്നഡ ഭാഷ കലർന്നൊരു മലയാളമാണ് അവരുടെ. അപ്പോൾ ആ ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ. അതിൻ്റെ ആ ഒരു ഭാഷയുടെ കോമഡി കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലാണ്ട് വർക്കായി. അത് മാത്രമല്ല, ഭാഷയുടെ കോമഡി മാത്രമല്ല, നമ്മുടെ എന്താണ് ഈ ഇംഗ്ലീഷ് പറയൂര്, ഇംഗ്ലീഷ് അറിയാൻ പാടാത്തവരും അതേപോലെ ഇങ്ങനെ ആൾക്കാരും പറയുമ്പോൾ ഒരു കൗതുകം ഉണ്ടായില്ലേ. ഇപ്പം ഇതിൽ തന്നെ ഒരു സീനുണ്ട്, മറ്റേ എന്താണ്, നീ അടിപൊളി സീൻ, കുറെ സിറ്റുവേഷണൽ കോമഡി ഉണ്ട് ഇതില്. അതായത് ഭയങ്കര ഇങ്ങനെ, ഈ പ്ലാനോടൊരു പ്ലാൻ ഷുഡ് ബി ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് ഇതിൽ, കുറെ സിറ്റുവേഷണൽ കോമഡീസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് മൊത്തത്തിലൊരു വെർത്ത് വാച്ച് ചെയ്യാൻ പറ്റുന്ന, വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന, കണ്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ്, നമ്മൾ സിനിമയിൽ കണ്ട ക്യാരക്ടേഴ്സാണ് ഇവരൊക്കെ. പക്ഷെ ചെറിയ ചെറിയ റോളില് അവിടെ ഇവിടെയൊക്കെ കണ്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നടന്മാർ ഇന്ന നടൻ ഇന്ന ഇതെന്ന് പറയാനില്ല. ഇപ്പൊ അതിൽ തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തൊഴിലിതനായിട്ടുള്ള അല്ലെങ്കിൽ പണിയെടുക്കാത്ത മദ്യപാനം അതിന് പൈസ അന്വേഷിച്ച് നടക്കുന്ന അവൻ, നാട്ടിൽ മൊത്തം ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ആയിട്ട് അഭിനയിച്ചത് നമ്മുടെ രാകേഷ് മാധവനാണ്. അതേപോലെ തന്നെ ഉണ്ണിയേട്ടൻ, നമ്മുടെ അഖിലേഷ് ഏട്ടൻ, മറിമായത്തിലെ ഉണ്ണിയേട്ടൻ, പുള്ളിക്കാരൻ പൊളിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഡയറക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ ഹെന്ന ഹെഡ്ഗെ അല്ലെ, അങ്ങനെയല്ലേ പേര്, അസേന ഹെഡ്ഗെ, അങ്ങനെയാണ് പുള്ളിയുടെ പേര്. പുള്ളി നമുക്കറിയാം, പുള്ളി ഇതേപോലത്തെ കന്നഡ ബേസ്ഡ്, അല്ലെങ്കിൽ പുള്ളിയുടെ സ്ഥലം അവിടെയാണ്, ഈ ബേസിക്കലി കാസർഗോഡ് ഭാഗത്താണ്. അപ്പൊ അങ്ങനത്തെ അവിടത്തേക്കൊരു ഗ്രാമീണ സിനിമകൾ പുള്ളി കുറെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുള്ളിയുടെ തന്നെയാണ് തിങ്കളാഴ്ച നിശ്ചയം. പിന്നെ അത്യാവശ്യം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ട് പറയാനുള്ളത് എനിക്ക് നമ്മുടെ പത്മിനി എന്ന് പറയുന്ന സിനിമ പുള്ളിയുടെയാണ്. കുഞ്ചാക്കോബനൊക്കെ അഭിനയിച്ച പത്മിനി എന്ന് പറയുന്ന സിനിമ പുള്ളിയുടെയാണ്. അങ്ങനത്തെ 1-2 സിനിമകൾ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയതും പുള്ളിയും, പിന്നെ ഒരു അംബരീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടിയായിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. വളരെ നല്ല സ്ക്രിപ്റ്റിങ്. അത് സ്ക്രിപ്റ്റിങ്ങിലല്ല കാര്യം, സ്ക്രിപ്റ്റ്. ഈ സിനിമയുടെ കഥ നോക്കിയാൽ വളരെ സിമ്പിൾ കഥയാണ്. പക്ഷെ ഇതിന്റെ ആ കോമഡി, സിറ്റുവേഷണൽ കോമഡി, ഏറ്റവും പോലെ ഒരുപാട് ചിരിക്കാനുണ്ട്. ഉള്ളിൽ നമ്മൾ ചിരി വരുന്നത്. അതിന്റെ ഭാഷ, അതേപോലെ തന്നെ അവരുടെ സംസാരം. പിന്നെ ഇതിൽ മറ്റേ ആ കത്തിയിലോ ഇതിലുള്ള ഒരു സീനുണ്ട്, മറ്റേ ഈ ബ്ലൂ പ്രിന്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ BGM ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിയിലേക്ക് നോക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതിൽ ഈ സംഭവമൊന്നും ഇല്ലാന്ന്. അത് രസമുണ്ട്. പിന്നെ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇന്നർ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം, അതിനെ ഒരു രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഗ്ലോറിഫൈ എന്നല്ല, അവിഹിതം പിടിച്ചിട്ട് അതിനെന്താണ്, ഞാൻ ഇത് കാരണം കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇതാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതായത് ന്യായീകരിച്ച്
അതിനങ്ങോട്ട് വിട്ടുകളയുന്ന ഒരു പരിപാടി പോലെ എനിക്ക് അവസാനം തോന്നിയത്. പക്ഷെ അതിൽ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമയിൽ കാണിക്കുന്ന വ്യക്തികൾ അവരെന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുന്നത് ഈ ആശാരികളാണ്, അല്ലെങ്കിൽ ഈ കാർപ്പൻറ്റേഴ്സാണ്. അവർ അതിൽ തന്നെ കുറേ പേര് നാട് വിട്ട് വേറെ നാട്ടിൽ പോയിട്ട് ഈ അമ്പലത്തിൻ്റെയൊക്കെ അവിടത്തേക്ക് മറ്റേ മരപ്പണി കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പലവരും വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും, പല സമയവും വീട്ടിൽ നിന്ന് പറയാം. ഓരോ ദിവസം വന്നു പോകുന്ന ജോലിയല്ല, മാസങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ജോലി ചെയ്തിട്ടായിരിക്കും അവർക്ക് കുറച്ച് ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഈ സിനിമയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്കും ഒരു എൻജോയ്മെന്റ് വേണം ലൈഫിൽ, അവരെയും പുറത്ത് കൊണ്ടുപോവുക, കളിപ്പിക്കുക, അതേപോലെ തന്നെ പല സ്ഥലത്തും കൊണ്ടുപോവുക. ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ, നമ്മളൊരു പറയൂല ലൈഫിന്റെ മൊമെന്റ്സ് എന്നൊക്കെ പറഞ്ഞില്ല, അത് ഇതിൽ പല ആൾക്കാരുടെ കുടുംബത്തിൽ അങ്ങനെ ഇല്ല. ഇത് ആ ഒരു മെൻഷനിങ് ഉണ്ട് ഈ സിനിമയിൽ, നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം അവർ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ അവർ വീട്ടിലിരിക്കാനാണ് നോക്കുന്നത്. കാരണം മാസങ്ങളോളം വേറൊരു രാജ്യത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോണ പോലെ തന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് 2 ദിവസമൊക്കെ ഇവർ വീട്ടിലേക്ക് ഒരു ലീവിന് കിടന്നുറങ്ങാൻ അവിടെയൊക്കെ നാട്ടിലൊക്കെ ഇതാക്കി തിരിച്ചു പോകും. വീട്ടിൽ സ്ത്രീകൾ ജോലി ചെയ്യുക, അവരങ്ങനെ വേറൊരു ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇതിലൊരു ഇന്നർ ഇതിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്, പല സ്ഥലത്തും അങ്ങനെ ഉണ്ട്. അതായത് നമുക്കൊരു എന്താ പറയുക, ഒരു ഫാമിലി ലൈഫ് അങ്ങനെയൊക്കെ പലർക്കും അത് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ എല്ലായിടത്തും പോവും, നിങ്ങൾ അവിടെ പോവും ഇവിടെ പോകും. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് പിന്നെ ഇവിടെ തിന്നണ്ടേ. അപ്പോൾ അതാണ് തിന്നണ്ട മീൻസ് ഭക്ഷണം കഴിക്കണ്ടേ, അതിന് വേണ്ടിയല്ലേ നമ്മൾ പോകണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ അവിടെ, ഒരു വൈഫ് ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ, ആ ഒരു ജീവിതം ഉണ്ടല്ലോ, ഒരു കറക്കം, ആ ഒരു സംഭവം ഫാക്ടർ വളരെ കുറവാണ്. പലരും സീരിയലിലാണ് അവരുടെ ദിവസം, വീട്ടിലുള്ള സ്ത്രീകൾ അവരുടെ ദിവസം അതിൻ്റെ അവരൊരു പ്ലഷർ എന്ന് പറയുന്നത്, അതിലൊരു ലെഷർ എന്ന് പറയുന്ന ഒരു സീരിയൽ കാണല്, വീട്ടുകാര്യങ്ങൾ നോക്കാതാണ്. അപ്പോൾ അത് ഇതിൽ വളരെ നല്ല രീതിക്ക് പ്രതിഫലിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ മൊത്തത്തിൽ. കുറേ സീനുകളുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത് ഒരുപാട് സീനുകളുണ്ട് ഇതിൽ ചിരിക്കാൻ പറ്റുന്നത്. വളരെ അടിപൊളി വെർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ. മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് 92 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്, എനിക്ക് അതാണ് അത്ഭുതം. 92 രൂപ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് PVR കാര്യം പറഞ്ഞത്, PVR ടിക്കറ്റ് എടുക്കുന്നത്. അത് ഫ്രണ്ട് സീറ്റൊന്നും അല്ല, ബാക്ക് ഇതൊക്കെ 92 രൂപക്കാണ്. അപ്പോൾ ഞാൻ പറയുന്ന മാക്സിമം നിങ്ങൾ പറ്റുന്ന ആൾക്കാരാണ് ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക സിനിമ. വളരെ നല്ല രസമുള്ള സിനിമ, നല്ല ചിരിക്കാനുള്ള കുറേ ഹ്യൂമറസ് ആയിട്ടുള്ള, ഒന്ന് ലാംഗ്വേജിൻ്റെ ഹ്യൂമർ ഉണ്ട്. അത് മാത്രമല്ല അവിടുത്തെ അവർ ഇംഗ്ലീഷ് പറയുന്ന ആയിക്കോട്ടെ, അതേപോലെ അവർ ഓരോരുത്തരുടെ ഒരു കഥാപാത്രങ്ങൾ നമ്മൾ മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ടെങ്കിലും ചെറിയ റോളിലൊക്കെ അവരെല്ലാം കൂടി വന്നേക്കുള്ള ഒരു സിനിമ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വളരെ നല്ലൊരു സിനിമ. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ഈ ഒരു അവിഹിതം സിനിമയെ കുറിച്ച്.